നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് സെൽഫ് വർത്തിനെ കുറിച്ചാണ്. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന മൂല്യത്തെക്കുറിച്ചാണ്. സെൽഫ് വർത്തും സക്സസ്സും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന വില, വാല്യൂ, അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കപ്പെടുവാൻ, റെസ്പെക്റ്റ് ചെയ്യപ്പെടുവാൻ യോഗ്യയാണ്, വേർതിയാണ് എന്ന തിരിച്ചറിവാണിത്. നമ്മൾ പലപ്പോഴും സെൽഫ് എസ്റ്റീമിനെ സെൽഫ് വർത്താണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ രണ്ടും രണ്ടാണ്. സെൽഫ് എസ്റ്റീം എന്നത് നമ്മൾ നമ്മുടെ കഴിവുകളുടെ, നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് എന്തനുഭവപ്പെടുന്നു എന്നുള്ളത്. അത് പുറമെയുള്ള പല ഫാക്ടേഴ്സിനെയും ആശ്രയിച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് മാറിക്കൊണ്ടിരിക്കും പുറമെയുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായി. എന്നാൽ സെൽഫ് വർത്ത് കൂടുതൽ സ്ഥായിയാണ്, സ്റ്റേബിളാണ്, നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ബെറ്ററായി ഫീൽ ചെയ്യാൻ, സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഉദാഹരണമായി കൂടുതൽ ഡിഗ്രികൾ എടുക്കുന്നത്, മറ്റുള്ളവർ അഭിനന്ദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുന്നത് എന്നിവയെല്ലാം അധികം സഹായകരമായിരിക്കുകയില്ല. അതിനു പകരം സെൽഫ് വർത്ത് വളർത്തിയെടുക്കുന്നതായിരിക്കും പ്രയോജനകരം. അതുപോലെ തന്നെ സെൽഫ് വർത്തുള്ള ഒരു വ്യക്തി മറ്റുള്ളവരെയും വില കൽപ്പിക്കുന്നവരായിരിക്കും. മുൻപ് സൂചിപ്പിച്ചതുപോലെ സെൽഫ് വർത്തും സക്സസ്സും വളരെയധികം കണക്റ്റഡ് ആണ്. സെൽഫ് വർത്ത് കുറവുള്ള വ്യക്തികൾ പുറമേ പല കാര്യങ്ങൾ ചെയ്താലും ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിജയിക്കുന്നത് പ്രയാസകരമായി മാറും. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വില കുറച്ച് കാണും. എടുക്കുന്ന തീരുമാനങ്ങളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും നിങ്ങളുടെ കേപ്പബിലിറ്റിയുടെ വളരെ താഴെയായിരിക്കും. എന്തോ ഒന്ന് എപ്പോഴും പിന്നിലോട്ട് വലിക്കുന്നതായി അനുഭവപ്പെടും. ഇത് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലും പ്രതിഫലിച്ച് കാണാൻ തുടങ്ങും. നല്ല എംപ്ലോയീസിനെ നിലനിർത്തുവാനും അതുപോലെ കഴിവുള്ളവരെ നമ്മുടെ കമ്പനിയിലേക്ക് ആകർഷിക്കുവാനും അത് തടസ്സമാകും. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് നമ്മുടെ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇമോഷണൽ കണ്ടേജിയൻ എന്ന പ്രക്രിയയെക്കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഒരു വ്യക്തിയുടെ പ്രത്യേക ഇമോഷൻസും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്വഭാവങ്ങളും എങ്ങനെ സമാനമായ സ്വഭാവങ്ങൾ ചുറ്റുമുള്ളവരിലും ഉണ്ടാക്കും എന്നതാണിത്. ബിസിനസ്സിൽ ഇത് വളരെ പ്രധാനമാണ്. ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ ഒരാളിലുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരിലേക്കും പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സെൽഫ് വർത്ത് ബൂസ്റ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് അടുത്തതായി നോക്കാം. ഒന്നാമതായി, നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ, ഫിസിക്കൽ വെൽബീയിങ്ങിനെ സംരക്ഷിക്കുന്നത്. ഫിസിക്കൽ വെൽബീയിങ് കാത്തു സൂക്ഷിക്കാനായി 3 കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഹെൽത്തിയായ ഭക്ഷണം കഴിക്കുന്നത്, വ്യായാമം ചെയ്യുന്നത്, അതുപോലെ ആവശ്യത്തിന് ഉറങ്ങുന്നത്. ഫിസിക്കൽ വെൽബീയിങ്ങിന് ശരിയായ രീതിയിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് മെൻ്റൽ വെൽബീയിങ്ങിനും, അതായത് മാനസികമായ ആരോഗ്യത്തിനും കാരണമാകുന്നു. രണ്ടാമതായി, വൈകാരിക ആരോഗ്യത്തെ, ഇമോഷണൽ വെൽബീയിങ്ങിനെ ശ്രദ്ധിക്കുന്നത്. ഇതിനായി ആരോഗ്യകരമായി ബന്ധങ്ങൾ നിലനിർത്തുന്നതും കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതും സ്വന്തം വാല്യൂസിനെ, മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതും അമിതമായ സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതും പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കാതിരിക്കുന്നതും നല്ല കൂട്ടുകാരെ ഉണ്ടാക്കുന്നതുമെല്ലാം സഹായകരമാണ്. അതുപോലെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഉള്ളതെങ്കിലും നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം, എന്തിൽ ഫോക്കസ് ചെയ്യണമെന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണുള്ളത് എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നോക്കുവാനും അവയ്ക്ക് ശ്രദ്ധ കൊടുക്കുവാനും ശ്രമിക്കാം. ഇത് പരിശീലനത്തിലൂടെ സാധ്യമാണ്. ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഒന്നാമതായി, സ്വയം ക്രെഡിറ്റ് കൊടുക്കാൻ പഠിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ സ്വയം പറഞ്ഞേക്കാം, അത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്, അവർ ശുപാർശ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ. എങ്കിലും ഭാഗ്യം കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ കുറേ നാളൊന്നും മുന്നോട്ട് പോകാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും പ്രത്യേകതകൾ, ഉദാഹരണമായി സത്യസന്ധത, കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, ഹാർഡ് വർക്കിംഗ് സ്വഭാവം എന്നിങ്ങനെയുള്ള ചില പ്രത്യേകതകളാണ് നമ്മെ ഒരു കാര്യത്തിൽ തുടരാൻ, നിലനിൽക്കുവാൻ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കി സ്വയം അപ്രിഷിയേറ്റ് ചെയ്യാൻ, ക്രെഡിറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. രണ്ടാമതായി, എല്ലാവർക്കുമുണ്ട് സംശയങ്ങൾ, ഡൗട്ട്സ് എന്ന് തിരിച്ചറിയുന്നത്. നമുക്കൊരാളുടെ പുറമെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം നമുക്ക് നോക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ കടന്നുപോകുന്ന ഇൻസെക്യൂരിറ്റീസ്, സംശയങ്ങൾ നമുക്കറിയാൻ സാധിക്കുകയില്ല.
പലപ്പോഴും ആളുകൾ കോൺഫിഡൻ്റായി പുറമേ കാണപ്പെടുന്നുവെങ്കിലും അത് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സ്വയം ഡൗട്ട്സ് ഉണ്ടാകുമ്പോൾ വളരെ നോർമലാണെന്ന് മനസ്സിലാക്കി ധൈര്യമായി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ശ്രമിക്കാം. മൂന്നാമതായി, നമ്മുടെ തന്നെ കുറവുകളെ അംഗീകരിക്കുന്നത്. നമുക്ക് എല്ലാ മേഖലകളിലും മികച്ചവരാകാൻ, പെർഫെക്റ്റ് ആകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ കഴിവുകളെ, സ്ട്രെങ്സിനെ ഫോക്കസ് ചെയ്യുവാനും കുറവുകളെ, അതായത് വീക്ക്നെസ്സുകളെ തിരിച്ചറിഞ്ഞ് ആ മേഖലകളിൽ ഇംപ്രൂവ് ചെയ്യുവാനും നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കുറവുകളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കോൺഫിഡൻസ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. നാലാമതായി, നമ്മുടെ യുണീക്നെസ്സിനെ, പ്രത്യേകതകളെ പൂർണ്ണമായും സ്വീകരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നതിൽ അഭിമാനിക്കുക. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് അതിനനുസൃതമായി പ്രവർത്തിക്കുക. അഞ്ചാമതായി, സ്വയം നന്ദിയുള്ളവരായിരിക്കുക എന്നത്. നമുക്ക് നേടിയെടുക്കാൻ സാധിച്ച വിദ്യാഭ്യാസം, ചെയ്ത കാര്യങ്ങൾ, സഹിച്ച ത്യാഗങ്ങൾ, കഠിനാധ്വാനം എന്നിവയെക്കുറിച്ച് ചിന്തിച്ച് സ്വയം അഭിനന്ദിക്കുക, അപ്രിഷിയേറ്റ് ചെയ്യുക, നന്ദിയുള്ളവരായിരിക്കുക. അവസാനമായി, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള നെഗറ്റീവായ വിശ്വാസങ്ങളെയും ചിന്തകളെയും തിരിച്ചറിയാൻ ശ്രമിക്കുന്നതും അതിനു പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതും അവയെ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതും. അങ്ങനെയുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾക്ക് പകരം നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന പോസിറ്റീവ് ചിന്തകൾ എഴുതുവാനും അവ ശരിയാണെന്ന് തെളിയിക്കാൻ ചില കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതും നല്ലതാണ്. ഈ പോസിറ്റീവായ ചിന്തകൾ കൂടെ കൂടെ പറയുന്നതും എഴുതുന്നതും പ്രയോജനകരമാണ്. ഇനി നമ്മുടെ ഉള്ളിൽ ഉയരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, നമ്മുടെ സെൽഫ് വർത്തിനെ തകർക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ എന്തു ചെയ്യാനാകുമെന്നുള്ളത്. ഇതിനായി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഒന്നാമതായി, കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ മൂല്യത്തെ, സെൽഫ് വർത്തിനെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുക. അതിനോട് നോ പറയുക. തടയുക സാധ്യമല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോവുക. രണ്ടാമതായി, അങ്ങനെയുള്ള വ്യക്തികളെ പരമാവധി ഒഴിവാക്കുക. അത് സാധ്യമല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പകരം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, പോസിറ്റീവ് വൈബ്സ് തരുന്ന വ്യക്തികളുടെ കൂടെ, നിങ്ങളുടെ വാല്യൂസുമായി യോജിച്ചു പോകുന്ന വ്യക്തികളുമായി കൂടുതൽ സമയം ചിലവഴിക്കുക. ഫ്രീ ഡൈവിങ്ങിൽ എക്സ്പീരിയൻസ്ഡായ വ്യക്തികൾ ഇന്നർ കാം നിലനിർത്തിക്കൊണ്ട് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ അവർ ഒറ്റയ്ക്കാണ്. സപ്പോർട്ടിനായി മറ്റാരും ഉണ്ടാകുകയില്ല. ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ തലച്ചോറ് ഒരു ശ്വാസം എടുക്കാൻ അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് കേട്ട് ഈ ഒരു വ്യക്തിക്ക് പിന്തിരിഞ്ഞ് മുകളിലോട്ട് പോയി ശ്വാസമെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിനാണ് വന്നത് എന്ന നിശ്ചയദാർഢ്യത്തോടെ വീണ്ടും മുന്നേറാം. ഇതുപോലെ തന്നെ നമ്മളും ആഴമേറിയ സന്ദർഭങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ജീവിതത്തിൽ കടന്നു പോകാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം ചോദ്യം ചെയ്തേക്കാം, എനിക്കിതിനുള്ള കഴിവുണ്ടോ, എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്നെല്ലാം. എന്നാൽ അത് നമ്മൾ പുതിയ ലെവൽസിലെത്തുന്നതിൻ്റെ, നമ്മുടെ പുരോഗതിയുടെ അടയാളമായിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ സ്വയം സംശയിച്ച് പിന്തിരിഞ്ഞോടാതെ ഇതിനായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന മനോഭാവത്തോടെ ധൈര്യമായി മുന്നേറാം.